ജൂൺ 6 ഉള്ളൂർ ചരമദിനം. ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ കവി എന്നതിനൊപ്പം സാഹിത്യ ചരിത്രകാരൻ, ഗവേഷകൻ, ഉന്നത ഉദ്യോഗസ്ഥൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധേയനായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ 1877 ജൂൺ 6 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ താമരശ്ശേരി ഇല്ലത്ത് ജനിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ പിതാവ് സുബ്രഹ്മണ്യ അയ്യർ ചങ്ങനാശ്ശേരിയിലെ സ്കൂൾ അധ്യാപകനായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ബാല്യകാലം കഴിച്ചുകൂട്ടിയ ഉള്ളൂർ പിതാവിൻ്റെ അകാല മരണത്തെ തുടർന്ന് മാതാവിനൊപ്പം തിരുവനന്തപുരത്തേക്ക് താമസം മാറി. തത്വശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം അധ്യാപകനായും പിന്നീട് ഗുമസ്തനായും ജോലി നോക്കിയ ഉള്ളൂർ ഉദ്യോഗസ്ഥനായിരിക്കെ നിയമബിരുദവും മലയാളത്തിലും തമിഴിലും ബിരുദാനന്തര ബിരുദവും നേടി. ഗുമസ്തനായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഉള്ളൂർ പിന്നീട് തഹസീൽദാരായും മുൻസിഫായും തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് സെക്രട്ടറി സ്ഥാനമായിരുന്ന ദിവാൻ പേഷ്കാർ പദവിയിലും എത്തി. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അദ്ദേഹം സാഹിത്യരചനയിലും ഗവേഷണത്തിലും മുഴുകുകയും ആശാനും വള്ളത്തോളിനും ഒപ്പം ആധുനിക കവിത്രയത്തിൽ ഒരാളായി മാറുകയും ചെയ്തു. ഉമാകേരളം എന്ന മഹാകാവ്യരചന അദ്ദേഹത്തെ മഹാകവികളുടെ പദവിയിൽ എത്തിച്ചു. ഇതുകൂടാതെ തിരുവിതാംകൂർ രാജാവ് മഹാകവി പട്ടം നൽകി ആദരിക്കുകയും ചെയ്തു. കർണഭൂഷണം, പിങ്കള, ചിത്രശാല തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും മണിമഞ്ജുഷ, തരംഗിണി, കൽപ്പശാഖി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കാക്കേ കാക്കേ കൂടവിടെ എന്ന മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കുട്ടിക്കവിതയുടെ കർത്താവും ഉള്ളൂരാണ്. ക്ലാസിക് കാവ്യ സവിശേഷതകളും സംസ്കൃത പദസമൃദ്ധിയും ഉല്ലേഖ കൽപ്പനകളുമൊക്കെ നിറഞ്ഞതാണ് ഉള്ളൂർ കവിതകൾ എന്നതിനാൽ ഉള്ളൂരിന് പണ്ഡിത കവി, ഉല്ലേഖ ഗായകൻ, ഉജ്ജ്വല ശബ്ദാഠ്യൻ തുടങ്ങിയ വിശേഷണങ്ങൾ നിരൂപകർ നൽകിയിട്ടുണ്ട്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉള്ളൂർ നൽകിയ മറ്റൊരു മഹത്തായ സംഭാവനയാണ് 5 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള സാഹിത്യ ചരിത്രം എന്ന സാഹിത്യ ചരിത്ര ഗ്രന്ഥം. 1949 ജൂൺ 15 72-ാം വയസ്സിൽ ഉള്ളൂർ അന്തരിച്ചു. ആനി മസ്ക്രിൻ ജന്മദിനം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വനിതയായ ആനി മസ്ക്രിൻ 1902 ജൂൺ 6 തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്ത് ഒരു ലത്തീൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഇരട്ട ബിരുദാനന്തര ബിരുദവും നിയമബിരുദവും കരസ്ഥമാക്കിയ അവർ 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ ചേരുകയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാവുകയും ചെയ്തു. 1939 മുതൽ 1947 വരെയുള്ള കാലയളവിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരങ്ങളുടെ ഭാഗമായും പലതവണ ജയിൽവാസത്തിനും പലവിധ മർദ്ദനങ്ങൾക്കും ഇരയായി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളും മലയാളിയായ ഏക വനിതയും ആനി മസ്ക്രിൻ ആയിരുന്നു. 1949 തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആരോഗ്യ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ അവർ കേരള ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയുമായി. 1951-52 നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ MP-യും ആയി. 1963 ജൂലൈ 19 അവർ അന്തരിച്ചു. ടോംസ് ജന്മദിനം.
ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ മലയാളികളെ പതിറ്റാണ്ടുകളോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാള കാർട്ടൂൺ രംഗത്തെ കുലപതിയായി മാറിയ ടോംസ് എന്ന പേരിൽ വിഖ്യാതനായ BT തോമസ് 1929 ജൂൺ 6 കോട്ടയം ജില്ലയിലെ കുട്ടനാടിനടുത്തുള്ള വെളിയനാട് എന്ന സ്ഥലത്ത് ജനിച്ചു. കുറച്ചുകാലം സൈനിക സേവനം അനുഷ്ഠിച്ച ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പിന്നീട് ചിത്രരചനയിലേക്കും കാർട്ടൂൺ രംഗത്തേക്കും തിരിഞ്ഞു. 1957 മനോരമ വാരികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ ബോബനും മോളിയും എന്ന കാർട്ടൂൺ പരമ്പര അദ്ദേഹത്തെ വളരെയധികം പ്രശസ്തനാക്കി. ബോബൻ, മോളി എന്നീ 2 വികൃതി കുട്ടികൾ മുഖ്യ കഥാപാത്രങ്ങളും അവരുടെ മാതാപിതാക്കളായ കിട്ടുണ്ണി, മറിയ എന്നിവർ എപ്പോഴും തമാശകൾ പറയുന്ന കഥാപാത്രമായ ഉപ്പായി മാപ്പിള, അന്നത്തെ കാലത്തെ ഹിപ്പി സംസ്കാരത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള അപ്പി ഹിപ്പി എന്ന കഥാപാത്രം, എപ്പോഴും പ്രസംഗിച്ചു നടക്കുന്ന രാഷ്ട്രീയക്കാരനായ നേതാവ് എന്ന കഥാപാത്രം തുടങ്ങിയ കഥാപാത്രങ്ങളും ഉൾപ്പെടുന്നതും സാധാരണക്കാരുടെ ജീവിതത്തിലെ തമാശകളും ഒപ്പം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലെ ആക്ഷേപഹാസ്യവും ഒക്കെ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചതുമായ ഈ പരമ്പര വർഷങ്ങളോളം ആ ആഴ്ചപ്പതിപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിഭവമായി. മലയാളികളുടെ ചിന്താഗതിയെയും ഹാസ്യബോധത്തെയും ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു കാർട്ടൂൺ പരമ്പര വേറെ ഇല്ലെന്ന് പറയാം. ബോബനും മോളിയും പിന്നീട് ആനിമേഷൻ പരമ്പരയായും പുറത്തു വന്നു. മനോരമയിൽ നിന്ന് വിരമിച്ച ശേഷം ബോബനും മോളിയും എന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ അവകാശത്തെ ചൊല്ലി മനോരമയുമായി നടത്തിയ നിയമ പോരാട്ടവും കേരള മാധ്യമ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒന്നാണ്. ഒടുവിൽ കഥാപാത്രങ്ങളുടെ അവകാശം ടോംസിനു തന്നെ ലഭിച്ചു. 2016 ഏപ്രിൽ 27 അദ്ദേഹം അന്തരിച്ചു.